സിനഡിനെ പ്രതിരോധിക്കാൻ നമ്മളില്ല. കാരണം അത് MTNS വളരെ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ് എന്ന് കരുതി ഒരു വിശ്വാസികളോടും അവിടെ പങ്കെടുക്കാൻ പോകരുതെന്ന് ആരോടും നമ്മൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരാൾ പോലും പറയുന്നത് ശരിയല്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് MTNSനെ തകർക്കാൻ വേണ്ടി തന്നെ പറയുന്നതാണ്. സഭയുടെ 49 സിനഡ് പിതാക്കന്മാരിൽ 9 പേരാണ് കുറ്റക്കാർ. ആ 9 പേരെ പൂട്ടാനുള്ള പണി വ്യക്തമായി കഴിഞ്ഞ 2 മാസത്തിനകത്ത് MTNS ചെയ്തിട്ടുണ്ട്. സിനഡിനെ അട്ടിമറിച്ചവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ, അതിന് മേജർ ആർച്ച് ബിഷപ്പിനെ വരെ പ്രതിക്കൂട്ടിൽ നിർത്തി, അഡ്മിനിസ്ട്രേറ്റർ വരെ, ബാക്കി കുറിയ അംഗങ്ങളെ പിതാക്കന്മാരെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള എല്ലാ പണികളും 2 മാസമായി MTNS ചെയ്തു കാണിച്ചു തന്നിട്ടുണ്ട്. അതിന് സിനഡ് പിതാക്കന്മാരെ മുഴുവൻ നമ്മൾ പ്രതിരോധിച്ചിട്ട് കാര്യമില്ല. പൂട്ടേണ്ടവനെ പൂട്ടേണ്ടടുത്ത് കൃത്യമായ രീതിയിൽ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് പൂട്ടണം. അതാണ് MTNS ചെയ്തത്. ബാക്കി 40 പിതാക്കന്മാരെ നമ്മൾ ഫ്രീ ആക്കി വിട്ടു. എന്തിന്? ആ 40 പിതാക്കന്മാരാണ് വരുന്ന സിനഡിൽ സഭയ്ക്ക് വേണ്ടി ഗർജിക്കുന്ന സിംഹങ്ങളായി മാറേണ്ടത്. ഏവർക്കും നമസ്കാരം. ഞാൻ ജോമോൻ ആലപ്പുഴ. സീറോ മലബാർ സഭയുടെ പരിശുദ്ധമായ കുർബാനയ്ക്ക് വേണ്ടി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയ്ക്ക് വേണ്ടി പോരാടുന്ന സഭാവിശ്വാസികളുടെ നിരവധി കൂട്ടായ്മകളുണ്ട്. ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള 2 സംഘടനകളും നിരവധി വാട്സപ്പ് കൂട്ടായ്മകളുമാണ് ഏകീകൃത കുർബാന വേണമെന്ന നിലപാടിൽ സഭയ്ക്ക് വേണ്ടി എറണാകുളത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. നിരവധി ഗ്രൂപ്പുകളിൽ ഇപ്പോൾ സജീവമാകുന്ന ചർച്ച ഓരോ പ്രാവശ്യവും സീറോ മലബാർ സഭയുടെ സിനഡ് കൂടുമ്പോഴേക്കും MTNS അതിൽ നിന്ന് പിന്മാറുന്നു. എന്തുകൊണ്ടാണ് നിർണായകമായ ചില സമയങ്ങളിൽ MTNS സിനഡ് തീരുന്നത് വരെ യാതൊരുവിധ പ്രതിരോധ പരിപാടികളിലും ഇല്ല എന്ന് അവർ നോട്ടീസ് ചെയ്യുന്നു? ഇപ്പോൾ പല ഗ്രൂപ്പുകളിലും ഇത് തന്നെയാണ് സജീവമായ ചർച്ച. അതിൽ MTNSനെ കുറ്റം പറയുന്നവരുണ്ട്, നല്ല രീതിയിൽ പറയുന്നവരുണ്ട്. വളരെ ചെറുതായി അതിൻ്റെ ഒരു പശ്ചാത്തലം ഒന്ന് പറഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്നു. മുഖവുര ഇല്ലാതെ ഒരു കാര്യം പറയട്ടെ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നിലവിൽ വന്നാൽ MTNS എന്ന് പറയുന്ന സംഘടനയ്ക്ക് അതിൻ്റെ അട്ടിപ്പേറവകാശം വേണ്ട. അത് ആവശ്യമില്ല, അത് ആഗ്രഹിക്കുന്നുമില്ല. അത് എറണാകുളത്തെ മറ്റു വാട്സപ്പ് കൂട്ടായ്മകളോ മറ്റ് സംഘടനകളോ അത് ആർക്ക് വേണമെങ്കിലും അത് ഭാഗിച്ചെടുക്കാം. കാരണം MTNS അതിൻ്റെ അട്ടിപ്പേറവകാശത്തിന് വേണ്ടി ഈ സമയം വരെ ഒരു കാര്യങ്ങൾ പോലും ചെയ്തിട്ടില്ല. ഞങ്ങളൊന്നും അവകാശപ്പെടുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് MTNSന് കുർബാന പ്രതിസന്ധി വിഷയത്തിൽ ചില നിർണായകമായ സമയങ്ങളിൽ ഇടപെടുന്നതിനും ചില പ്രതിരോധ രീതികളിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതിനും പരിമിതികൾ ഏറെയാണ്. അതിന് തക്കതായ കാരണങ്ങളുമുണ്ട്. എല്ലാ കാരണവും എല്ലാ സമയത്തും നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ പറയുക എന്നുള്ളത് ആരോഗ്യകരമായ സംഭവമല്ല. ചില കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി അറിയിക്കുന്നത്, ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ ആ കാര്യം അറിയിക്കുന്നത് വഴി നമ്മൾ മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് അത് തടസ്സമാകും എന്ന് കരുതി എറണാകുളത്തെ മറ്റു കൂട്ടായ്മകൾ ചെയ്യുന്നത് പോലെ അവർ ഒരു കാര്യങ്ങൾ ചെയ്യണ്ട എന്നോ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ വിശ്വാസികൾ പങ്കെടുക്കരുതെന്നോ ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഇവിടെ ആര് നടത്തുന്ന പരിപാടികളിലും അവർ പങ്കെടുക്കണമോ വേണ്ടയോ എന്നുള്ളത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം മാത്രമാണ്. ഒരാളുടെ പോലും വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ MTNS കൈയിട്ടുവാരാൻ വന്നിട്ടില്ല. പിന്നെ MTNS ഒരു രജിസ്ട്രേഡ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് അതിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളുണ്ട്. എല്ലാവർക്കും അംഗങ്ങളായവർക്ക് എല്ലാ കാര്യങ്ങളിലും സംഘടനയുടെ ആശയങ്ങൾക്ക് വിപരീതമായി സംഘടനയിലുള്ള അംഗങ്ങൾക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ സാധ്യമല്ല. അതിനുവേണ്ടിയാണ് ചില അവസരങ്ങളിൽ ചില അനൗൺസ്മെന്റ്സ് ഒഫീഷ്യൽ ലെറ്റർ പാഡിൽ നമ്മൾ പുറത്തിറക്കുന്നത്. അല്ലാതെ അത് മറ്റ് വിശ്വാസികൾക്ക് വേണ്ടിയല്ല. ആരുടെയും സ്വാതന്ത്ര്യത്തിൽ കൈയിടുന്നുമില്ല. ചില സംശയങ്ങൾ ദൂരീകരിക്കാൻ 2 വസ്തുതകൾ പറഞ്ഞു പോകാം. 2 മാസങ്ങൾക്ക് മുമ്പാണ് ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഇറക്കി. ആ സമയത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മറ്റ് നിരവധി കൂട്ടായ്മകൾ, നിരവധി പ്രതിരോധ പരിപാടികൾ, നിരവധി മീറ്റിങ്ങുകൾ ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ MTNS മാറിയുന്നു. കാരണം ഞങ്ങളുടേതായ ചില പ്രവർത്തനങ്ങൾ അത് നമുക്ക് നോട്ടീസ് ചെയ്യാവുന്നതല്ല. ഒരു സംഘടന അവർ നിശബ്ദമായി എന്ന് വിചാരിച്ച് അവർ ഡെഡായി, അവർ പ്രവർത്തനരഹിതമായി എന്നല്ല അർത്ഥം. നമ്മൾ നിശബ്ദമായി ചെയ്യുന്ന ചില കാര്യങ്ങൾ
ബിഹൈൻഡ് ദ സ്ക്രീൻ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് ബിഹൈൻഡ് ദ സ്ക്രീനിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, അത് പുറത്തറിയിക്കാൻ പറ്റിയതല്ല. അത് പുറത്തറിയിക്കുന്നത് നമ്മുടെ ലക്ഷ്യത്തിന്റെ ഒരു പക്ഷേ തിരിച്ചടിയാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് ബിഹൈൻഡ് ദ സ്ക്രീനിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി പുറത്തറിയിച്ച് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ബിഹൈൻഡ് ദ സ്ക്രീനിൽ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ പുറത്ത് അറിയിച്ച് തന്നെ ചെയ്യും. പല പല കാര്യങ്ങളാണ് വാട്സപ്പിലൂടെ പല ആളുകൾ സംവദിക്കുന്നത്. ഫെബ്രുവരി 19 നമ്മൾ അരമനയിൽ പുത്തൂർ പിതാവിനെ കണ്ടു. അത് പാതിരാത്രിയായപ്പോൾ അവിടെ SIയുടെ വാക്ക് കേട്ട് നമ്മൾ അവിടെ നിന്ന് പിൻവാങ്ങി. അവിടെ നിന്ന് പിൻവാങ്ങാൻ കാരണമുണ്ട്. MTNS മാത്രമല്ല, ആ സമയത്ത് MTNSനോടൊപ്പം നിരവധി കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. അവരുടെ കൂടി കൺസെന്റ് എടുത്തതിന് ശേഷം മാത്രമാണ് അവിടെ നിന്ന് പിൻവാങ്ങിയത്. അവസാനം പഴി വന്നപ്പോൾ ആർക്ക് വന്നു? MTNSന് മാത്രം വന്നു. മാർച്ച് 5 വീണ്ടും അരമനയ്ക്ക് മുമ്പിൽ പോലീസ് ആവശ്യപ്പെട്ടതുപോലെ തന്നെ പുത്തൂർ പിതാവ് നമുക്ക് വാക്ക് തന്നതുപോലെ തന്നെ വീണ്ടും ചെന്നു. അവിടെയും ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അവിടെ നിന്നും നമ്മൾ പിൻവാങ്ങി. അതിനുശേഷമാണ് പൗരസ്ത്യ തിരുസംഘം പരിശുദ്ധ മാർപ്പാപ്പ പെർമനന്റ് സിനഡ് പിതാക്കന്മാരെ റോമിലേക്ക് വിളിപ്പിച്ച സാഹചര്യത്തിൽ ചില അതിശക്തമായ ചർച്ചകൾ റോമിൽ പുരോഗമിക്കുന്നു. അവിടെ ചില തീരുമാനങ്ങൾ എടുക്കുന്നു. അവിടെ എടുക്കുന്ന തീരുമാനങ്ങളും അവിടെ ഉണ്ടാകുന്ന ചർച്ചകളും ഇവിടെ നടക്കുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വളരെ സസൂക്ഷ്മം MTNS നിരീക്ഷിക്കാറുണ്ട്, വിലയിരുത്താറുണ്ട്, അവിടെ അറിയിക്കേണ്ടതായ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. അതിനുശേഷമാണ് റോമിൽ നിന്ന് മാർപ്പാപ്പ പറഞ്ഞതിന് അനുസരിച്ച് അതിനുശേഷമാണ് ജൂലൈ 3 ഒരു സർക്കുലർ പുറപ്പെടുവിക്കുന്നത്. ജൂലൈ 14 അടുത്ത സിനഡ് ആരംഭിക്കുന്നത്. അപ്പോഴും നമ്മൾ MTNS ഒരു നിലപാടെടുത്തു. ജൂലൈ 3 ഒരു ശാശ്വതമായ പരിഹാരം ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് ജൂലൈ 3 വരെ MTNS യാതൊരുവിധ പ്രത്യക്ഷപരമായ പരിപാടികളിലും ഉണ്ടായിരിക്കുന്നതല്ല. ജൂലൈ 3 മാർപ്പാപ്പ ആവശ്യപ്പെട്ടതുപോലെ ഒരു കട്ട് ഓഫ് ഡേറ്റ് പോലെയാണ് ഇവിടെ തീരുമാനം വന്നത്. ജൂൺ 9 സർക്കുലർ. അവിടെ നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിച്ചു. 4 രാവിലെ ഞങ്ങൾ പ്രാർത്ഥനാപൂർവ്വം മൗണ്ടിൽ ചെന്നു. അവിടെ ഒരു പ്രതിഷേധ സമരവുമായിരുന്നില്ല, പ്രാർത്ഥനയ്ക്കായി മാത്രം. അവിടെ ഉണ്ടായ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾ അറിഞ്ഞ വസ്തുതയാണ്. അപ്പോൾ 3 വരെ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞ ഞങ്ങൾ തന്നെ 4 മൗണ്ടിലെത്തി. എന്തിനു വേണ്ടി? സർക്കുലറിൽ ആവശ്യപ്പെട്ട പ്രകാരം ഉള്ള നടപടികൾ ആവശ്യപ്പെടുന്നതിന് വേണ്ടി. അതവിടെ നിൽക്കട്ടെ. അതിനുശേഷമാണ് ഓഗസ്റ്റിലേക്ക് സിനഡ് വരുന്നു. ഓഗസ്റ്റ് 18 അടുത്ത ദിവസം ആരംഭിക്കും. അതിനുശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിവിധ വിശ്വാസ കൂട്ടായ്മകൾ സിറോ മലബാർ സഭയുടെ സിനഡിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പല ആശയങ്ങളുമായി മുന്നോട്ട് വരുന്നു. MTNS അതിൽ നിന്നുമൊക്കെ വിഭിന്നമായി മാറി നിൽക്കുന്നു. ചോദിച്ചവരോടൊക്കെ നമ്മൾ പറഞ്ഞു, നേരിട്ട് സംസാരിച്ചവരോടും വാട്സപ്പ് ഗ്രൂപ്പിൽ സംസാരിച്ചവരോടും എല്ലാവരോടും നമ്മൾ പറഞ്ഞു, നമ്മൾ തൽക്കാലം യാതൊരുവിധ പ്രതിരോധ പരിപാടികൾക്കും ഇല്ല. ചില ഗ്രൂപ്പുകാരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന പ്രതിരോധ പരിപാടികൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതിനാൽ നിങ്ങളോട് സഹകരിക്കാൻ നമ്മൾക്ക് സാധ്യമല്ല. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് നമ്മളൊരു വീണ്ടും ഒരു അനൗൺസ്മെന്റ് പുറത്തിറക്കുന്നത്. സിറോ മലബാർ സഭയുടെ സിനഡ് തീരുന്നത് വരെ, സർക്കുലർ പുറത്തിറങ്ങുന്നത് വരെ സിനഡിനെ പ്രതിരോധിക്കാൻ നമ്മളില്ല. കാരണം അത് MTNS വളരെ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ് എന്ന് കരുതി ഒരു വിശ്വാസികളോടും അവിടെ പങ്കെടുക്കാൻ പോകരുതെന്ന് ആരോടും നമ്മൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരാൾ പോലും പറയുന്നത് ശരിയല്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് MTNSനെ തകർക്കാൻ വേണ്ടി തന്നെ പറയുന്നതാണ്. അത്തരത്തിൽ ചില ചർച്ചകൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സജീവമാകുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം പ്രധാനമായി പറയാനുള്ളത്, MTNS പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് എതിരല്ല. പ്രതിരോധ പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് ഉചിതമായ സമയമാണോ എന്ന് വളരെ കൃത്യമായി നമ്മൾ നിരീക്ഷിക്കും. അവിടെ ഏത് കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ നോക്കും. ഇനി ഉണ്ടാകാൻ പോകുന്ന ചർച്ചകളും കൂട്ടായ്മകളും അവരെടുക്കുന്ന പ്രതിരോധ രീതികളും അവർ തുടരട്ടെ. അതിന് നമ്മൾ തടസ്സമല്ല. നമ്മൾ എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന് ഒറ്റ വാക്കി ചോദിച്ചാൽ, വ്യക്തമായി ഒരു ഉത്തരം പറഞ്ഞാൽ, ഈ സമയത്ത് സിനഡിനെ പ്രതിരോധിക്കാൻ ഇല്ല. കാരണം സഭയുടെ 49 സിനഡ് പിതാക്കന്മാരിൽ 9 പേരാണ് കുറ്റക്കാർ. ആ 9 പേരെ പൂട്ടാനുള്ള പണി വ്യക്തമായി കഴിഞ്ഞ 2 മാസത്തിനകത്ത് MTNS ചെയ്തിട്ടുണ്ട്. സിനഡിനെ അട്ടിമറിച്ചവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ, അതിന് മേജർ ആർച്ച് ബിഷപ്പിനെ വരെ പ്രതിക്കൂട്ടിൽ നിർത്തി, അഡ്മിനിസ്ട്രേറ്റർ വരെ, ബാക്കി കുറിയ അംഗങ്ങളെ പിതാക്കന്മാരെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള എല്ലാ പണികളും 2 മാസമായി MTNS ചെയ്തു കാണിച്ചു തന്നിട്ടുണ്ട്. അതിന് സിനഡ് പിതാക്കന്മാരെ മുഴുവൻ നമ്മൾ പ്രതിരോധിച്ചിട്ട് കാര്യമില്ല. പൂട്ടേണ്ടവനെ പൂട്ടേണ്ടടുത്ത് കൃത്യമായ രീതിയിൽ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് പൂട്ടണം. അതാണ് MTNS ചെയ്തത്. ബാക്കി 40 പിതാക്കന്മാരെ നമ്മൾ ഫ്രീ ആക്കി വിട്ടു. എന്തിന്? ആ 40 പിതാക്കന്മാരാണ് വരുന്ന സിനഡിൽ സഭയ്ക്ക് വേണ്ടി ഗർജിക്കുന്ന സിംഹങ്ങളായി മാറേണ്ടത്. ഈ 9 പേരാണ് യഥാർത്ഥത്തിൽ കുറ്റക്കാർ. അപ്പോൾ
9 കുറ്റക്കാരെ പൂട്ടേണ്ട രീതിയിൽ കൃത്യമായി പൂട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവിടെ മറ്റു കൂട്ടായ്മകൾക്ക്, ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, MTNS ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണത്. പൂട്ടേണ്ടവനെ കൃത്യമായി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പൂട്ടും. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി നിരവധി പള്ളികളിൽ, എല്ലാ പള്ളികളിലും അല്ല, നിരവധി പള്ളികളിൽ കേസുകൾക്ക് വേണ്ടിയുള്ള എല്ലാ സാങ്കേതിക സഹായങ്ങളും ചെയ്തു കൊടുത്തത്, അതിന്റെ ഡോക്യുമെന്റേഷൻ, അതിന്റെ കൗണ്ടർ അവിടെ വിറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് MTNS ആണ്. MTNSലെ സേവർ മാടവന ചേട്ടനാണ്. അതുകൊണ്ട് MTNS ഒന്നും ചെയ്യുന്നില്ല, അവർ സൈലന്റ് ആണ്, നിശബ്ദരാണ്, അവർക്ക് ഇപ്പോൾ പ്രാർത്ഥന മാത്രം മതി എന്ന് പറയുന്ന വാദങ്ങളൊക്കെ പറഞ്ഞവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. 9 പിതാക്കന്മാരെ പൂട്ടാൻ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മറ്റു കൂട്ടായ്മകൾ നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾക്ക് ഒരു ചാനലിന്റെ മുമ്പിലും പോയിട്ട് അഡ്രസ് ചെയ്യണ്ട, ഒരു ലൈം ലൈറ്റിലും പോയി ഞങ്ങൾക്ക് നിൽക്കണ്ട, ഒരു സ്റ്റേജിലും ഒരു ഡയസിലും ഞങ്ങൾക്ക് സ്ഥാനം വേണ്ട. സീറോ മലബാർ സഭയിലെ ലൈറ്റി ഓർഗനൈസേഷനുകളിലെ ഡയസ് ഇല്ലാത്ത ഏക സംഘടനയാണ് MTNS. ഒരാൾക്ക് പോലും ഡയസ് ഇല്ല. ഡയസിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന അല്ല MTNS. അതുകൊണ്ട് ചില സമയങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ അതിന്റെ സിനാരിയോ വ്യക്തമായ രീതിയിൽ വിലയിരുത്തി ചെയ്യേണ്ടതായ കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ. ഒരു സ്ഥലങ്ങളിലും കോലം കത്തിക്കാൻ MTNS പോകില്ല. ഒരു പിതാക്കന്മാരുടെയും കോലം കെട്ടിവെച്ച് ചൂല് കൊണ്ടടിക്കാൻ പോകില്ല. ഒരിടത്തും ചാട്ടപറടിക്കാൻ പോകില്ല. ഒരിടത്തും കാർക്കിച്ചു തുപ്പാൻ പോകില്ല. ഒരു അൽമായ സിനഡും ഒരിടത്തും MTNS ആഹ്വാനം ചെയ്യില്ല. ഇതൊക്കെ ചെയ്യുന്നവരുണ്ടാകും, അവർ ചെയ്യുന്ന തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. MTNS ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മറ്റുള്ളവർ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ ചെയ്താൽ അത് ഞങ്ങൾ ചെയ്യുന്നത് തെറ്റായി ഞങ്ങൾ സ്വയം കാണും, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നില്ല. അത് MTNSന്റെ പോളിസിയാണ്. മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറ. ഏതെങ്കിലും പള്ളിയിൽ ആഭിചാര കുർബാന നടക്കുന്നുണ്ടോ? സാത്താം കുർബാന നടക്കുന്നുണ്ടോ? ബസിലിക്ക ദേവാലയത്തിൽ മാരത്തോൺ കുർബാന അർപ്പിച്ച പോലെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? നിങ്ങൾ പറ. MTNS വന്ന്, അതും ഇവിടുത്തെ വിശ്വാസികളെ കൂട്ടി തന്നെ വന്ന് അവരെ അൾത്താരയിൽ നിന്ന് വീണ്ടും പിടിച്ചിറക്കി തരാം. ഇനിയും അത് ചെയ്യും. കാരണം അന്ന് ചെയ്ത കാര്യത്തിൽ 100% അതിനകത്ത് സത്യമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ലെറ്റർ പാഡിൽ ഔദ്യോഗികമായി അടിച്ചിറക്കി വിശ്വാസികളെ കൊണ്ടുവന്ന് ചെയ്ത പ്രവൃത്തിയാണത്. അതിനകത്ത് ബസിലിക്ക കൂട്ടായ്മയുണ്ട്, ചർച്ച് പ്രൊട്ടക്ഷൻ കൗൺസിൽ ഉണ്ട്, വിവിധ വിശ്വാസി കൂട്ടായ്മകളുണ്ട്. പാതിരാത്രി 2 മണിക്കാണ് MTNSന്റെ പ്രസിഡന്റ് റെജി ചേട്ടനെ കൊണ്ട് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് തയ്യാറാക്കി 2 മണിക്ക് പോസ്റ്റ് ചെയ്തത്. 8 മണിക്ക് ആൾക്കാരെത്താൻ. അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണോ? മറിച്ച് അച്ഛന്മാർ എവിടെയെങ്കിലും നടത്തുന്ന തോന്നിവാസ പ്രവൃത്തികളുണ്ടോ? അവരുടെ സാമ്പത്തിക ക്രമക്കേടുകളുണ്ടോ? അവരുടെ മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളുണ്ടോ? അവർ സഭയെ നശിപ്പിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നിങ്ങൾ പറ. ഒരാളുടെ പോലും മുഖം നോക്കാതെ MTNS രംഗത്ത് വരും. താമരശ്ശേരി രൂപതയിൽ നിന്ന് ഒരു വൈദികൻ വന്ന് ഇവിടെ അഴിഞ്ഞാടിയപ്പോൾ MTNS ആണ് അതിനെതിരെ ആദ്യമായിട്ട് പ്രതികരിച്ചത്. അന്നും ആരും പറഞ്ഞിട്ടല്ല MTNS രംഗത്ത് വന്നത്. അതുകൊണ്ട് MTNSന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ചെയ്യാൻ പറ്റൂ, അല്ലാത്തതൊന്നും കൈവയ്ക്കാൻ പറ്റില്ല എന്ന് കരുതി അവർ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള വാദം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ചെയ്താൽ അത് തെറ്റാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. മറ്റുള്ളവരുടെ തെറ്റും ശരികളും അത് അവർ തന്നെ തീരുമാനിക്കട്ടെ. അതുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഇതേക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഒരിക്കൽ കൂടി അത് പറയുന്നു. സീറോ മലബാർ സഭയുടെ 9 പിതാക്കന്മാരെ മാറ്റി നിർത്തി 10 പിതാക്കന്മാരെ സപ്പോർട്ട് ചെയ്യേണ്ട സിനഡാണിത്. നമ്മുടെ പ്രതിരോധങ്ങളും പ്രവർത്തനങ്ങളും നമ്മുടെ എല്ലാ തരത്തിലുള്ള ചർച്ചകളും എല്ലാം കഴിയുമ്പോൾ സിനഡിൽ ഇരിക്കുന്ന 40 പിതാക്കന്മാർക്ക് വിശ്വാസികളെ കുറിച്ച് തോന്നാൻ എന്ത് തോന്നലാണ് ഒരു സഭാത്മക കൂട്ടായ്മകൾ, സംഘടനകൾ എന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്നത്? സിനഡ് നടക്കുമ്പോഴും നമ്മൾ അവരെ പ്രതിരോധിച്ചാൽ അവർ എന്താകും അവർ മനസ്സിൽ കാണുക? മറിച്ച് സീറോ മലബാർ സഭയുടെ സിനഡ് നടക്കുമ്പോഴും പുറത്തൊരു വലിയ വിശ്വാസി സമൂഹം ഞങ്ങൾ 40 പിതാക്കന്മാരെ പിന്തുണച്ചുകൊണ്ട് അവർ പുറത്തുണ്ട്, അവർ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നുവെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചുകൊണ്ട് ആ പിതാക്കന്മാർ സിനഡിൽ പങ്കെടുത്താൽ അവർക്ക് കിട്ടുന്ന ഒരു ഊർജം അത് ആര് കൊടുത്തില്ലെങ്കിലും MTNS കൊടുക്കും. ബാക്കി സിനഡ് കഴിഞ്ഞ് സർക്കുലർ വരട്ടെ, അപ്പോൾ അടുത്ത കാര്യങ്ങൾ. അതുകൊണ്ട് വാട്സപ്പ് കൂട്ടായ്മകളിൽ MTNSനെ ഇകഴ്ത്തുന്നവരോട് 100% അത് ആത്മാർത്ഥമായി തന്നെ നിങ്ങൾക്ക് തുടരാം. ഞങ്ങൾക്ക് ഒരു പരാതിയുമില്ല. ഏത് കൂട്ടായ്മകളിലും ഏത് പ്രതിരോധ പ്രവർത്തനങ്ങളിലും ആർക്കും പങ്കെടുക്കാം. നിങ്ങളുടെ സ്വാതന്ത്ര്യം ഒരാളെ പോലും MTNS തടയില്ല. കുർബാന ഇവിടെ സാധ്യമായാൽ അതിൻ്റെ പരിപൂർണമായ 3 വർഷത്തിലധികമായുള്ള എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും നിങ്ങൾ എടുത്തുകൊള്ളുക. ഞങ്ങൾ അതിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന്
ഞങ്ങൾ സ്വയം ആശ്വസിച്ചുകൊള്ളാം.